മാർത്തോമ മാർഗം ആരോപിക്കുന്ന പോലെ എറണാകുളത്തെ വൈദികർ സമീപകാലത്ത് കണ്ടുപിടിച്ച സിദ്ധാന്തമാണോ തോമസ് ലീഹയിൽ നിന്നും മാമോദീസ സ്വീകരിച്ചവർ ഹൈന്ദവർ ആണെന്ന്? മലബാർ സഭയെ സംബന്ധിക്കുന്ന ആദ്യത്തെ തിസിസ് ഗ്രന്ഥം രചിച്ചത് ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛനാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഇതിൽ പറയുന്നു, ഹൈന്ദവരാണ് തോമസ് ലീഹയിൽ നിന്നും മാമോദീസ സ്വീകരിച്ചതെന്ന്. യഹൂദരെ പറ്റി പറയുന്നേയില്ല. ഹൈന്ദവർ എന്നാൽ അതിൽ പുരോഹിതർ ഉണ്ട്, സാധാരണക്കാരുണ്ട്. അതാണ് പരമ്പരാഗതമായി ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ തോമസ് ലീഹയെ സംബന്ധിച്ച് നൂറ്റാണ്ടുകളായി വിശ്വസിച്ചിരുന്നത്. എന്നാൽ തോമസ് ലീഹ സുറിയാനി സംസാരിച്ചിരുന്ന യഹൂദരെ മാമോദീസ മുക്കാൻ കേരളത്തിൽ വന്നു എന്ന കഥ സമീപകാലത്ത് ആരോ ഉണ്ടാക്കിയ സാങ്കല്പിക സൃഷ്ടി മാത്രമാണ്. അതിന്റെ ഉദ്ദേശം ഒന്ന് മാത്രം, സുറിയാനി ഭാഷ ഈ സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കുക. സുറിയാനിയാകട്ടെ ഒരു ഉത്തര മെസപ്പട്ടോമിയൻ ഗോത്രഭാഷയാണ്. പേർഷ്യൻ കുടിയേറ്റക്കാരാണ് ഈ ഭാഷ ഇവിടെ കൊണ്ടുവന്നതെന്ന് നമ്മൾ പരമ്പരാഗതമായി വിശ്വസിക്കുന്നു. കാരണം അതിനു മുൻപ് ഈ സഭയ്ക്ക് മെസപ്പൊട്ടോമിയയുമായി ബന്ധമുള്ളതായി ആർക്കും അറിയില്ല. സുറിയാനി ഭാഷ മനസാ വാച അറിയാത്ത തോമസ് ലീഹയുടെ മേലും അത് എടുത്തു വയ്ക്കുന്നതിന്റെ ഉദ്ദേശം ഊഹിക്കാമല്ലോ. തോമസ് ലീഹ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരു കുരിശ് മാർ തോമസ് ലീഹ ആയതും ഈ അടുത്ത കാലത്താണല്ലോ. എന്താണ് ചർച്ച് ഓഫ് ദ ഈസ്റ്റ്? 19ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വിരോധവും ഇംഗ്ലീഷ് സഭയുടെ അംഗങ്ങളുമായ ചരിത്ര രചയിതാക്കൾ സൃഷ്ടിച്ച നാമമാണ് കിഴക്കിന്റെ സഭ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ദ ഈസ്റ്റ്. അതിനു മുൻപ് ഈ സഭ അറിയപ്പെട്ടിരുന്നത് നെസ്തോറിയൻ സഭ എന്നാണ്. അവരെ കത്തോലിക്കർ വിളിച്ചിരുന്നതും അവർ സ്വയം വിളിച്ചിരുന്നതും അങ്ങനെ തന്നെ. 5ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നെസ്തോറിയസ് എന്ന മെത്രാൻ പേർഷ്യയിൽ ഒളിക്കുകയും അവിടെയുള്ള ക്രിസ്ത്യാനികളെ സ്വാധീനിച്ച ശേഷം രൂപപ്പെട്ട ഒന്ന് മാത്രമാണ് നെസ്തോറിയൻ സഭ. ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹയിൽ നിന്നും സുവിശേഷം സ്വീകരിച്ച ഭാരത മണ്ണിലെ ക്രൈസ്തവരെ സാംസ്കാരികമായി ഒരു ബന്ധവുമില്ലാത്ത നെസ്തോറിയൻ സഭയുമായി ബന്ധിപ്പിക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? വിശ്വാസികൾ ചിന്തിക്കുക.